എപ്പോഴും നമ്മൾ കാണുന്ന ചോദ്യങ്ങൾ ക്ലോക്കിന്റെ മിറർ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇത് പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ക്ലോക്ക് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്തെ പൂർണ്ണമായി കാണിക്കുമ്പോഴാണ് നമ്മൾ ഈ 100 ബിറ്റ്വീൻ ചോദിച്ചിട്ട് 6 മണി എന്ന് പറയുന്നത് ന്യായമാണോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക. ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു മെന്റൽ എബിലിറ്റി പാർട്ടാണ് ഇന്ന് ഏതൊരു പരീക്ഷ എടുത്താലും, ഇപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷ എടുത്താലും LDC LGS പരീക്ഷയൊക്കെ എടുത്താലും ഒക്കെ നമുക്ക് പലപ്പോഴും ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാൻ പറ്റും. എപ്പോഴും നമ്മൾ കാണുന്ന ചോദ്യങ്ങൾ ക്ലോക്കിന്റെ മിറർ ഇമേജ്, അതുപോലെ ക്ലോക്കിൽ ഒരു സമയം തന്നിട്ട് അതിന്റെ കോണ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ഈസി ആയിട്ട് ചെയ്യും. അതിന് ഷോർട്ട് കട്ട് എല്ലാം കാണാതെ പഠിച്ച് അതിനകത്ത് ഏത് സമയം തന്നാലും നമ്മൾ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും ആൻസർ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. കാരണം എന്താ, ചെയ്യുന്ന ഈ മുഴുവൻ ചോദ്യങ്ങളും ഈ ടൈപ്പ് തന്നെ അല്ലേ. എന്നാൽ അവിചാരിതമായിട്ട് പലപ്പോഴും ക്ലോക്ക് നമ്മളെ പറ്റിക്കാറുണ്ട്. എന്നുവെച്ചാൽ പതിവായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതല്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനകത്ത് എല്ലാ ചോദ്യങ്ങളും കൂടി ഈ ക്ലാസ്സിൽ പറഞ്ഞുതരാം എന്നുള്ള വാഗ്ദാനമൊന്നുമില്ല. എന്നാലും അതിനകത്ത് നിങ്ങളെ പറ്റിക്കാൻ സാധ്യതയുള്ള, ചിലപ്പോൾ പറ്റിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. റെഡിയാണോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലോക്ക് എന്താണ് എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു ചിത്രം വരണം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇത് പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ക്ലോക്ക് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലോക്കിന്റെ മുന്നിലേക്ക് ചെന്നിരുന്ന് പഠിച്ചോളൂ. അവരുടെ സൂചികളുടെ സ്ഥാനവും അവരുടെ റൊട്ടേഷനും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലാസ്സിൽ പരമപ്രധാനമാണ്. അപ്പൊ എല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാണ്. ചോദ്യങ്ങളിലൂടെ തന്നെ പോവാൻ നമുക്ക്. PSC ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ എടുക്കാം, എന്നിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എങ്ങനെ എത്തിച്ചേരാം എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? റെഡി ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോണം. ഓക്കെ, അപ്പൊ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാമെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇതിലേക്ക് വരണം എന്നൊന്നുമില്ല. മെത്തേഡ് ഇഷ്ടപ്പെട്ടാൽ അത് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സജഷൻസും പറയുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മറ്റ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാം. നേരെ പോയാലോ? യെസ്. അപ്പോ ഇതിനകത്ത് ആദ്യത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഹൗ മെനി ടൈംസ് ദ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് മെയ്ഡ് 180 degree between 10 AM and 1 PM? നല്ലൊരു ചോദ്യമാണ്. കണ്ടോ? ചോദ്യം മനസ്സിലായോ? അതായത് 10 മണിക്കും 1 മണിക്കും ഇടയിൽ, രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ ഒരു ക്ലോക്കിലെ സൂചികൾ 180 ഡിഗ്രി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ 180 ഡിഗ്രി കോണിലേക്ക് വരുന്നത് എത്ര തവണ എന്നുള്ളതാണ് ചോദ്യം. എന്റെ ആൻസർ തന്നെ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പൊ എത്ര തവണയാണ്? 3 തവണയാണ് വരുന്നത്. അപ്പൊ ഈ 3 തവണയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? കുഴപ്പമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായതുകൊണ്ട് ആദ്യമേ ഞാൻ അത് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ 10 മണി മുതൽ 11, 12, 1 എന്നിങ്ങനെ 3 മണിക്കൂർ സമയമാണുള്ളത്. ശരിയല്ലേ? ഒരു ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 10 മണിയാകുമ്പോ എങ്ങനെയാ സൂചി നിൽക്കുക? ഒരു സൂചി, മണിക്കൂർ സൂചി ഇവിടെ ഉണ്ടാവും, 10ന് നേരെ ഉണ്ടാവും. പിന്നെ മിനിറ്റ് സൂചി 12ന് നേരെ ഉണ്ടാവും. എന്നാൽ 10നും 11നും ഇടയിൽ എപ്പോഴാണ് ഇത് 180ലേക്ക് വരിക? നമ്മുടെ മണിക്കൂർ സൂചി 10നും 11നും നടുവിൽ നിൽക്കും അല്ലേ? ആ സമയത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആര് വരണം? മിനിറ്റ് സൂചി വരണം. അപ്പൊ ആ ഒരു മിനിറ്റ് സൂചി ഏത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക? 4ന് നേരെയാണോ? അല്ല, 4നും 5നും ഇടയിൽ. എന്നാൽ മാത്രമേ ഈ പറയുന്ന 180 ഡിഗ്രി നമുക്ക് കിട്ടാറുള്ളൂ. ശരിയല്ലേ? അതുപോലെ ഇപ്പൊ 11ഉം 12ഉം എടുക്കുകയാണെന്ന് വിചാരിക്കും. 11നും 12നും ഇടയിൽ ആര് നിൽക്കുമ്പോ? നമ്മുടെ മണിക്കൂർ സൂചി നിൽക്കുമ്പോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണിക്കൂർ സൂചി 11നും 12നും ഇടയിൽ നിൽക്കുമ്പോ മിനിറ്റ് സൂചി എവിടേക്ക് പോകും? 6നും 5നും ഇടയിലേക്ക്. അപ്പോഴാണ് നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ അഥവാ 180 ഡിഗ്രി കിട്ടുക അല്ലെ? ഇനി 12 മണിക്കും 1 മണിക്കും ഇടയിലും ഇതേപോലെ വരാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് എങ്ങനെയാ? 12 മണിക്കും 1 മണിക്കും ഇടയിൽ ആര് നിൽക്കുമ്പോ? മണിക്കൂർ സൂചി നിൽക്കുമ്പോ മിനിറ്റ് സൂചി എവിടേക്ക് പോകാറുണ്ട്? ഈ 6നും 7നും ഇടയിൽ. ഇങ്ങനെയാണ് ഇത് വരാറുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഏത് സമയത്തെ പൂർണ്ണമായി കാണിക്കുമ്പോഴാണ് നമ്മൾ ഈ 180 ഡിഗ്രി പതിവായിട്ട് കാണാറുള്ളത്? 6 മണി കാണിക്കുമ്പോഴാണ് പതിവായിട്ട് നമ്മൾ എന്ത് കാണുന്നത്? 180 ഡിഗ്രി ഒരു മണിക്കൂർ പൂർത്തിയാകുന്ന സമയത്ത് കാണുന്നത്. അതറിയാലോ അല്ലെ? ഓക്കെ, അതൊന്ന് മനസ്സിരുന്നോട്ടെ, നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആൻസർ ഇവിടെ കൺഫേം ചെയ്യാണ്. എന്താണ്? 10 മണിക്കും 1 മണിക്കും ഇടയിൽ എത്ര തവണയാണ് നമ്മുടെ
മണിക്കൂർ സൂചി മിനിറ്റ് സൂചി. ഇതിവിടെ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് എന്നാണ് തന്നിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, അത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയാണ്. അപ്പൊ ഈ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും സ്ട്രൈറ്റ് ലൈനിൽ വരുന്നത്, സ്ട്രൈറ്റ് ലൈനിൽ വരിക എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ വരാം. ഒരു സൂചി ഒന്നിന് മുകളിലായിട്ട് വരാം, അത് സ്ട്രൈറ്റ് ലൈൻ ആണ്. ഒരെണ്ണം നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്തത് വരാം, അതും സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 180 ഡിഗ്രി എന്നാണ്. അപ്പൊ അതെങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. എത്ര തവണയാ, 3 തവണ. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ, ആദ്യം പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ, ടെൻഷൻ ആവണ്ട. അടുത്തൊരു ചോദ്യം, ഹൗ മെനി ടൈംസ് ബിറ്റ്വീൻ 4 AM and 4 PM will the hands of a clock cross? എന്താണ് സംഭവം, ആ ഒരു ക്ലോക്കിലെ സൂചികൾ ഏതൊക്കെ സൂചികളാ? ഇവിടെ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ വേറെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെ പരിഗണിക്കാം. അഥവാ സെക്കൻഡ് സൂചി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നിങ്ങളോട് സെക്കൻഡ് സൂചി എന്ന് എടുത്ത് പറയും കേട്ടോ. അതുവരെ നിങ്ങൾ ഏത് മാത്രം പരിഗണിച്ചാൽ മതി, അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ്. ഓക്കെ, അപ്പൊ 4 മണി, രാവിലെ 4 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ 12 മണിക്കൂർ സമയത്തിനിടയിൽ എത്ര തവണയാണ് നമ്മുടെ ഈ സൂചികൾ, ഏതൊക്കെ സൂചികൾ, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും പരസ്പരം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നത്, അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നിന്ന ശേഷം കടന്നു പോകുന്നത്. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. 24 മണിക്കൂറിൽ ഇവര് എത്ര തവണ കോയിൻസൈഡ് ചെയ്യും? എത്ര തവണയാ? 12 തവണയാണോ? 24 തവണയാണോ? അല്ല, 12 മണിക്കൂറിൽ 11 തവണ, 24 മണിക്കൂറിൽ 22 തവണ. എത്ര തവണ ഇവര് കോയിൻസൈഡ് അല്ലെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരും എന്ന് ചോദിച്ചാൽ 22 തവണ ഒരു ദിവസം. പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 4 AM മുതൽ 4 PM വരെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് മീനിങ് ഇടാ, എത്ര സമയമാണ്? ജസ്റ്റ് 12 hours, 12 മണിക്കൂറിൽ ഇത് എത്ര തവണ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ 11 എന്നായിരിക്കണം. ഓക്കെ, അപ്പൊ 12 മണിക്കൂറില്ലേ, അപ്പൊ 12 മണിക്കൂറിലും ഇത് സംഭവിച്ചൂടെ എന്ന് ചോദിച്ചാൽ എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, കോയിൻസൈഡ് എന്ന് വെച്ചാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരിക എന്നല്ലേ. ഓക്കെ, ഇത് എപ്പോഴാണ്, നമുക്കൊരു പൂർണ്ണ സമയം എടുക്കുന്ന സമയത്ത് എവിടെയാണ് നമുക്ക് ഈ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് സംഭവിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. 12 മണിയാകുമ്പോ ഒരു സൂചി അടുത്ത സൂചിയുടെ മുകളിലല്ലേ നിൽക്കുക അല്ലെ. അതായത് മണിക്കൂർ സൂചിയുടെ മുകളിൽ ആര് വരും? മിനിറ്റ് സൂചി വരും. ഓക്കെ, നിങ്ങൾ ആലോചിച്ചറിയാം, 11 മണി എന്ന് പറയുന്ന സമയം, 11 മണി മുതൽ 12 മണി വരെ എവിടെങ്കിലും ഇവർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി 12 മണിയിൽ നിന്ന് 1 മണിയിലേക്ക് പോകുമ്പോൾ, 12 മണിയിൽ എന്തായാലും സംഭവിച്ചു, പിന്നെ 1 മണിയിലേക്ക് പോകുമ്പോൾ എവിടെങ്കിലും ഇവർ കോയിൻസൈഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ 11 മണി മുതൽ 1 മണി വരെ പരിഗണിച്ചാൽ 11 മണിക്കും 1 മണിക്കും ഇടയിൽ ഒരൊറ്റ തവണ മാത്രമേ കോയിൻസൈഡ് ചെയ്യുള്ളൂ. അതെവിടെയാണ്? 12. അത് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആണ്. ആർക്കൊക്കെ? 11 മണിയുടെ സമയത്തിനും 12 മണിയുടെ സമയത്തിനും കോമൺ ആയിട്ട് അങ്ങ് എടുക്കുക. പിന്നെ എപ്പോഴേ സംഭവിക്കൂ? 1 മണിക്ക് ശേഷമേ സംഭവിക്കൂ അല്ലെ. 11 മണിക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ 11 മണിക്ക് ശേഷം എവിടെ സംഭവിക്കുള്ളൂ? 12 സംഭവിക്കൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് 12 മണിക്കൂർ എടുക്കുമ്പോൾ ഇതിനകത്ത് ഒരെണ്ണം നഷ്ടപ്പെടുന്നു. സോ 12 മണിക്കൂറിൽ എത്ര തവണ? ജസ്റ്റ് 11 തവണ. ഓർക്കാലോ, ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇതിനകത്ത് എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ വരുന്ന ചോദ്യങ്ങളിൽ അത്ഭുതം കാണാം. അടുത്ത ചോദ്യം, ദ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബിറ്റ്വീൻ 5 and 6. അത് AM ആവാം, PM ആവാം. 5 മണിക്കും 6 മണിക്കും ഇടയിൽ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ്, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എപ്പോഴാണ് എതിർ ദിശയിൽ വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5 മണിക്കും 6 മണിക്കും ഇടയിൽ കണ്ടിട്ടേ ഇല്ല. ശരിയല്ലേ? 5 മണിക്കോ 5:30ക്കോ 5:45 എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ബിറ്റ്വീൻ എന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ 5 മണിയും 6 മണിയും നമ്മൾ പൊതുവായിട്ട് കൂട്ടാറില്ല അല്ലെ. 5 മണിക്കോ 6 മണിക്കോ ഇടയിൽ ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇല്ല എന്ന് പറയണം കേട്ടോ. ഇനി 6 മണിക്കും 7 മണിക്കും ഇടയിൽ എപ്പോഴെങ്കിലും ഇവർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇല്ല എന്ന് പറയണം. എതിർ ദിശയിൽ വരില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 6 മണിയിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്?
6 മണിയിൽ 6 മണിക്ക് നേരെ എങ്ങനെയാ 6ന് നേരെ മണിക്കൂർ സൂചി പിന്നെയോ 12ന് നേരെ ഇങ്ങനെ വരാറില്ലേ? ഇതാണ് ശരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ആ ഒരു സമയം. ശരിയല്ലേ? ഇവിടെ ഈ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ 6, 5, 5:30, 5:45 അല്ലെ? 5, 5:30, 5:45 ഒന്നും ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ ആൻസർ അല്ല. ഇവിടെ നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിറ്റ്വീൻ എന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യാതെ പോകരുത്. ഇവിടുത്തെ ആൻസർ എന്ത് മാർക്ക് ചെയ്യണം? 6 മണി എന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ ന്യായം പറയരുത്. എന്താണ് ബിറ്റ്വീൻ ചോദിച്ചിട്ട് 6 മണി എന്ന് പറയുന്നത് ന്യായമാണോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്താണ് ഇവിടെ നൺ ഓഫ് ദീസ് ഇവയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ ഇല്ല, ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ആരെ തന്നെ ചൂസ് ചെയ്തോ? 6 മണി തന്നെ ചൂസ് ചെയ്തോ. ശരിക്കും ചോദ്യം എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്? ഫ്രം 5 PM to 6 PM എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഈസി ആയിട്ട് നമ്മൾ ചെയ്തേനെ. ഓക്കെ, ഇവിടെ ശരിക്കും ചോദ്യം എങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ 5 മണിക്കും 7 മണിക്കും ഇടയിൽ എന്ന് ചോദിച്ചാലും തെറ്റില്ല അല്ലെ? 5 മണിക്കും 7 മണിക്കും ഇടയിൽ എപ്പോഴാണ് ഇവര് 180 ഡിഗ്രിയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാ? 6 മണിക്ക് എന്ന് പറയാ. എത്ര തവണ വരും എന്നുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് എത്ര തവണ ഈ സൂചികൾ 180 ഡിഗ്രിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയാ? ഒരു തവണ എന്ന് പറയാ. ക്ലിയർ ആണേ? അപ്പൊ ആ ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ? എവിടെയാണ് കാണാൻ പറ്റുക? ആ ഒരു സമയത്ത് എവിടെ? 6ൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ? 6 മണി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേ കാണാൻ പറ്റൂ? 7 മണിയും കഴിഞ്ഞ ശേഷമേ കാണാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. റെഡിയാണേ? മറ്റൊരു ചോദ്യം. ഫോർ എനി ക്ലോക്ക് the hour hand and minute hand are in opposite direction at the 6 AM. 6 മണിയോ AM ആവാം PM ആവാം എന്തോ ആയിക്കോട്ടെ. 6 മണിക്ക് എന്തായാലും അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും എതിർ ദിശയിലാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, 180 ഡിഗ്രിയിലാണ്. സെറ്റ് ആണേ? വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ടൈം വെൻ ദ ഹാൻഡ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെക്സ്റ്റ് ടൈം? തൊട്ടടുത്ത് എപ്പോഴാണ് ഏകദേശ സമയത്ത് ഇതെന്ത് ചെയ്യുന്നത്? എതിർ ദിശയിൽ വരുന്നത് എന്ന്. ഇവിടെ 7 മണി തന്നിട്ടുണ്ട്, 7:05 തന്നിട്ടുണ്ട്, 7:10 തന്നിട്ടുണ്ട്, 7:15 തന്നിട്ടുണ്ട്. ഇതെന്ന് തന്നെ നമുക്ക് ഏകദേശ സമയം ചോദിച്ചാൽ നമ്മൾ അടിക്കും അല്ലേ? എങ്ങനെയാ? 7:05 എന്ന് നമ്മൾ അടിക്കാറുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ 6 മണിക്ക് എന്തായാലും സ്ട്രൈറ്റ് ലൈൻ ആണ്. 7 മണിയിലേക്ക് എത്തുമ്പോ 7 മണി എന്ന് പറയുന്നത് എങ്ങനെയാ? മണിക്കൂർ സൂചി കണ്ടോ 7ന് നേരെ അല്ലെ? ഇത് ഇവിടുത്തെ മിനിറ്റ് സൂചി ആർക്ക് നേരെ? 12ന് നേരെ. ഇങ്ങനെ വരാറില്ലേ? വരാറുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് സ്ട്രൈറ്റ് ലൈൻ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ 7:05 പ്രതീക്ഷിക്കുക. ശരിയല്ലേ? അല്ലെ? ഈ 7ഉം 1ഉം ആണല്ലോ ആ ഒരു ക്ലോക്ക് എടുക്കുമ്പോൾ നേരെ ഒറ്റ ലൈനിൽ നിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അത് കറക്റ്റ് ടൈം ആണോടാ? ഇത് കറക്റ്റ് ടൈം അല്ല. ഇത് അപ്രോക്സിമേറ്റ് നമുക്ക് 7:05 എന്ന് എടുക്കാവുന്നേ ഉള്ളൂ. 7:05 അത് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 7:05 ആവുമ്പോ ഈ മണിക്കൂർ സൂചി 7 കടന്നു പോകും. ശരിയല്ലേ? അപ്പൊ പിന്നെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മിനിറ്റ് സൂചി എവിടെ വരണം? ഈ 1ന് ശേഷം ഏതോ ഒരു പോയിന്റിൽ കിട്ടണം. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഏകദേശ സമയം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെടുത്തോ? ഈ പറഞ്ഞ പോലെ 7:05 എടുത്തോ. പക്ഷെ ഇത് കറക്റ്റ് ആൻസർ അല്ല. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഏറ്റവും അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? 7:05 എന്ന് പറയാം. ഓക്കെ ആണേ? അങ്ങനെ നമുക്ക് പറയാം. ഇവിടെ ഇതിന്റെ പ്രോപ്പർ ടൈം, കറക്റ്റ് സമയം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ നമ്മുടെ ജോലി തുടങ്ങുന്നത്. ഇനി അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. 7 മണിക്ക് ശേഷം എപ്പോഴാണ് ഇവര് സ്ട്രൈറ്റ് ലൈനിൽ വരുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്ന് വിചാരിക്കും. 7 മണിക്ക് ശേഷം എപ്പോഴാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും സ്ട്രൈറ്റ് ലൈനിൽ വരുന്നത്, നേർരേഖയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ആലോചിക്കുന്നത് ഏത് മണിക്കൂറിലാണ് ഇവര് സ്ട്രൈറ്റ് ലൈനിൽ വന്നിട്ടുള്ളത്? ഇതിന് തൊട്ട് മുമ്പ് എപ്പോഴാണ്? 6 മണിയിലാണ് ഇവര് സ്ട്രൈറ്റ് ലൈനിൽ വന്നിട്ടുള്ളത്. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട 7 മണിക്ക് ശേഷം അല്ലേ? അല്ലെങ്കിൽ 7 മണി മുതൽ 8 മണി വരെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്തുള്ള മിനിമം ടൈമായ 7 എടുക്കുക. ഓക്കെ, ഈ 7ൽ നിന്ന് 6നെ നിങ്ങൾ മൈനസ് ചെയ്യുക. 7ൽ നിന്ന് 6നെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടൂലേ? കിട്ടും. 7ൽ നിന്ന് 6നെ മൈനസ് ചെയ്യുക, 1 എന്ന് എഴുതുക. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നിങ്ങൾ ഒരു നമ്പർ കാണാതെ അടിച്ചു നോക്കുക. ഇനി ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ നമ്പർ ആവശ്യം വരും. ഈ നമ്പർ നിങ്ങൾ 60/11 എന്ന് കാണാതെ അടിച്ചു നോക്കുക. അതായത്
ഒരു ക്ലോക്കിന്റെ മുഴുവൻ സമയം എന്ന് പറയുന്നത് എത്രയാ? അതിനകത്ത് എത്ര സമയമാണ്? 60 മിനിറ്റ് അല്ലേ? 12 മണിക്കൂറാണ് ഒരു ക്ലോക്കിന്റെ ഫുൾ ടൈം. ഇത് നമ്മൾ മിനിറ്റിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ 60 മിനിറ്റ് അല്ലേ? ഈ 60നെ 11 പീസായിട്ട് മുറിക്കുന്നു എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. 60/11 ഇത് മനസ്സിരുന്നോട്ടെ. ഓക്കെ, അപ്പൊ 7 മണി, അതിൽ നിന്ന് 6 കുറച്ചു 1 കിട്ടി. ഈ 1നെ നിങ്ങൾ എന്ത് ചെയ്യാടാ? 60/11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആണോ? അല്ല, 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതിനെ? ഈ 1നെ. അപ്പൊ എന്താ കിട്ടുക? 60/11 തന്നെ കിട്ടും. 60/11 വെച്ചാൽ എത്ര കിട്ടുക? 60ൽ എത്ര 11 ഉണ്ട്? 5 എണ്ണം. പിന്നെ ഒരു 5/11 ഇല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. എപ്പോഴാണ് 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് ഒരു ക്ലോക്കിലെ സൂചികൾ നേർരേഖയിൽ വരുന്നത് എന്ന് വെച്ചാൽ, നേർരേഖയിലാണെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്ന് വരാം, അല്ലെങ്കിൽ എതിർദിശയിൽ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏത് സമയത്താണ് വരുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോണളവ് 180 ഡിഗ്രി ആവുന്നത് ഏത് സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയാ, 7 മണി 5/11 മിനിറ്റ്സ്. ഇങ്ങനെ പഠിക്കാം. 7 മണി 5/11 മിനിറ്റ്സിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇവര് ഒറ്റ ലൈനില് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഏകദേശ വില മാത്രമാണ്. കറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തുക. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 8 PM and 9 PM will the hands of a clock at 180 degree? ശ്രദ്ധിക്കൂ. 8 മണിക്കും 9 മണിക്കും ഇടയിൽ, അത് AM ആയിക്കോട്ടെ PM ആയിക്കോട്ടെ, ഏത് സമയത്താണ് ഒരു വാച്ചിലെ അല്ലെങ്കിൽ ഒരു ക്ലോക്കിലെ സൂചികൾ 180 ഡിഗ്രിയിൽ വരുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം 180 കാണുമ്പോൾ തന്നെ ആരെ സ്മരിക്കുക? 6 മണിയെ സ്മരിക്കുക. ഓക്കെ ആണോ? 6 മണിയെ സ്മരിക്കുക. അപ്പൊ 180 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആര് ഓടി വരുന്നു? 6 മണി ഓടി വരുന്നു. അപ്പൊ ഈ ഓടി വരുന്ന 6 മണിയെ ഓടിച്ചു വിടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആരാണ് ഓടി വരുന്നത്? ഓടി വന്നോട്ടെ, 6 മണി ഓടി വന്നു. ഓക്കെ, ഓടി വന്ന 6 മണിയെ ഓടിച്ചു വിടുക. എങ്ങനെ? ഇവിടുത്തെ മിനിമം ടൈം ആയ ഒരു 8 PM ഇല്ലേടാ, ഈ 8ൽ നിന്ന് 6നെ അങ്ങ് ഓടിച്ചു വിട്ടേക്ക്. 8ൽ നിന്ന് 6നെ അങ്ങ് ഓടിച്ചു വിട്ടേക്ക്. അപ്പൊ ബാക്കി എത്ര കിട്ടും? 2 എന്ന് കിട്ടോ? കിട്ടി. അതെഴുതിക്കോ. ഏതാണ് ആൻസർ? 2. ഓക്കെ, എന്നിട്ട് ഈ 2നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60/11 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. ഡിവൈഡ് ചെയ്യാനാണോ? അല്ല, 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 × 60 എത്ര കിട്ടുന്നു? 120 കിട്ടുന്നു. 120നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 120ൽ എത്ര 11 ഉണ്ട് നോക്കാം. 12ൽ എത്ര 11 ഉണ്ട്? ഒരെണ്ണം. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ എത്ര കിട്ടി? 120ൽ എത്ര 11 എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം 10 എണ്ണമാണ് ഉള്ളത്. അപ്പൊ 10 × 11 110 അല്ലെ? ബാക്കി എന്ത് വരുന്നുണ്ട്? ശിഷ്ടമായിട്ട് ഒരു 10 വരുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 11. ഇത് മിശ്ര ഭിന്നമാക്കി എഴുതാൻ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കട്ടെ. എങ്ങനെയാണ് ചെയ്യുന്നത്? 120നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 11 120ൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അത് നമുക്ക് 110 എന്ന് എടുക്കാം. ബാക്കി ഒരു 10 വന്നു. ഓക്കെ, ഈ 11 എവിടെയാണ്? ഡിവൈഡ് ചെയ്ത 11 ഇവിടെ തന്നെ നമ്മൾ എഴുതി. ഹരണബലമായിട്ട് കിട്ടിയ 10നെ ഇവിടെ എഴുതി. ശിഷ്ടമായ 10നെ ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ ഏത് സമയത്താണ് 8 മണിക്കും 9 മണിക്കും ഇടയിൽ ഈ ക്ലോക്കിലെ സൂചികൾ സ്ട്രൈറ്റ് ലൈനിൽ എതിർദിശയിൽ വരുന്നത്, അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇനി സംശയമുണ്ടോ? സമയം എത്രയാ? 8, 10, 10/11 കേട്ടോ. 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആവും അല്ലെ? 8 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റിൽ കിട്ടോ? ഇല്ല, 10 മിനിറ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വന്നാലേ ഇവിടെ എന്ത് കിട്ടുള്ളൂ? 180 ഡിഗ്രി കിട്ടുള്ളൂ, സ്ട്രൈറ്റ് ലൈൻ കിട്ടുള്ളൂ. ആ ഒരു ചെറിയ വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 10/11 എന്ന്. ഓക്കെ, അപ്പൊ 8 മണിയും 9 മണിക്കും ഇടയിൽ എപ്പോഴാണ് സ്ട്രൈറ്റ് ലൈൻ വരുന്നതെന്ന് വെച്ചാൽ 8ന് നേരെ തന്നെ സൂചി നിൽക്കുകയാണോ? ഇവിടെ നമ്മൾ 8ന് നേരെയാണ് വരച്ചിരിക്കുന്നത്. ശരിക്കും സൂചി എങ്ങനെ നിൽക്കണം? 8 കഴിഞ്ഞ് ചെറിയൊരു വ്യത്യാസം വരണ്ടേടാ, എന്നാലേ ഇത് സ്ട്രൈറ്റ് ലൈൻ ആവും കേട്ടോ. ഈ 8ന് നേരെ വരച്ചാൽ തെറ്റാ. റെഡിയാണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തേ? 8 മണിക്കും 9 മണിക്കും ഇടയിൽ എന്ന് കണ്ടപ്പോ തന്നെ നമ്മൾ ആരെ 8 അവിടെ എടുത്തെഴുതി. ഇനി നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ വരുന്ന ആ ഒരു സമയം ഏതാണ്? നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സമയം ആരാ? 6 മണിയല്ലേ?
6നെ ഇതിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്ത് കിട്ടും? ആ ഒരു സമയം മിനിറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ ക്ലോക്ക് വരച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ കോണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എടുത്തിട്ട് ചെയ്യാനൊന്നും നിൽക്കരുത്. വെറുതെ നമ്മുടെ സമയം പോവും, പലപ്പോഴും ആൻസർ കിട്ടാറില്ല. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 3 PM ആൻഡ് 4 PM 3 മണിക്കും 4 മണിക്കും ഇടയിൽ വിൽ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ 180 ഡിഗ്രി. 3 മണിക്കും 4 മണിക്കും ഇടയിൽ എപ്പോഴാണ് ഈ രീതിയിൽ 180 ഡിഗ്രി കിട്ടുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 3 മണിക്കും 4 മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂചി എവിടെ ആയിരിക്കും ഉണ്ടാവുക? 3നും 4നും ഇടയിൽ. ഇത് 180 വരണമെങ്കിൽ നമ്മുടെ മിനിറ്റ് സൂചി എവിടെ വരണമെന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ? മിനിറ്റ് സൂചി ഉറപ്പായിട്ടും 9നും 10നും ഇടയിൽ വരണം അല്ലെ? 9നും 10നും ഇടയിൽ വരണം, തെറ്റരുത്. ഓക്കെ ആണേ? അപ്പൊ നമുക്ക് ഏകദേശം ഒരു സമയം വേണം. 9നും 10നും ഇടയിൽ മിനിറ്റ് സൂചി വരിക എന്ന് വെച്ചാൽ 45 മിനിറ്റിനും 50 മിനിറ്റിനും ഇടയിലല്ലേ സമയം വരേണ്ടത്? ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിത് ഓർമ്മ വരണം കേട്ടോ. 3 മണി 4 മണി കാണുമ്പോൾ ഇത് എവിടെയാണ് സമയം വരേണ്ടത്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരേണ്ടത് എവിടെയാണ്? 9നും 10നും ഇടയിലാണ്. സോ 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയുള്ള ഏതോ ഒരു സമയമാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ബാക്കി. അപ്പൊ നമുക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തിനിടയിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ എടുക്കേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ, 180 ഡിഗ്രി ആണല്ലോ. നമ്മുടെ മനസ്സിലേക്ക് ഏത് സമയമാണോ ഓടി വരിക? 6 മണി. 6 മണി ഓടി വന്നാൽ അപ്പൊ തന്നെ ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഓടിച്ചു വിടുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആരെ ഒഴിവാക്കണം? 6 മണി ഒഴിവാക്കണ്ടേ? ഒഴിവാക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ 3 മണിയിൽ നിന്ന് 6 മണിയെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 3ൽ നിന്ന് 6 കുറയ്ക്കട്ടെ. 3നെ 6ൽ നിന്ന് കുറയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ 3ൽ നിന്ന് 6 കുറച്ചാൽ നെഗറ്റീവ് വരും. ഇവിടെ നമുക്ക് നെഗറ്റീവ് കൊണ്ടൊന്നും കാര്യമില്ല. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ 3 മണി ഇല്ലേടാ, 3 എന്ന് പറയുന്ന ഈ നമ്പറിനെ എന്ത് ചെയ്യുക? 24 മണിക്കൂർ ക്ലോക്കിലേക്ക് അങ്ങ് മാറ്റുക. റെയിൽവേ ടൈം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ ഈ 3നെ 24 മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ എന്താ കിട്ടുക? 12 + 3 15 എന്ന് കിട്ടും. അപ്പൊ 15 മണി എന്ന് കിട്ടുമല്ലോ? കിട്ടും. AM ആയാലും PM ആയാലും അങ്ങ് മാറ്റിക്കോ, നമുക്ക് ആവശ്യം നടക്കണ്ടേ? യെസ്, 15ൽ നിന്ന് ആരെ കുറയ്ക്കുന്നു? ജസ്റ്റ് 6നെ കുറയ്ക്കുന്നു. കുറയ്ക്കട്ടെ. 15ൽ നിന്ന് 6 കുറച്ചപ്പോ നമുക്ക് കിട്ടിയത് 9. തെറ്റാണേ? എല്ലാവർക്കും ഓക്കെ ആണേ? ഇനി ചെയ്യേണ്ടത് ഈ 9 അതുപോലെ അവിടെ എഴുതിക്കോ. ഇതാണ് 9 അതുപോലെ അവിടെ എഴുതിക്കോ. എന്നിട്ട് അതിനുശേഷം ഇതിനെന്ത് ചെയ്യുക? നമ്മളുടെ നമ്പർ, നേരത്തെ പറഞ്ഞ നമ്പറായ 60 എഴുതുക. 60/11 ആണേ. അപ്പൊ 9 × 60, 9 × 60 എത്ര കിട്ടും? 540 എന്ന് കിട്ടോ? 540നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാമോ? ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഹരിച്ചേ. 540 ഡിവൈഡഡ് ബൈ 11. 54ൽ എത്ര 11 ഉണ്ട്? 4 എണ്ണം. അപ്പൊ എത്ര കിട്ടി? 44 കിട്ടി. ബാക്കി ഒരു 10 വന്നു. 0 ഇടട്ടെ. 100ൽ എത്ര എണ്ണം ഉണ്ട്? 11. 9 എണ്ണം. അപ്പൊ എത്രയാ? 99 എന്ന് വന്നു. ബാക്കി എത്രയാ? 1. അപ്പൊ നമ്മുടെ മിനിറ്റ് കിട്ടിയോ? കിട്ടി. എന്താണ് മിനിറ്റ്? എത്ര മിനിറ്റ് വരുന്നുണ്ട്? 49 1/11 മിനിറ്റ് എന്നാണ് കിട്ടുക. അപ്പൊ 3 മണിക്കും 4 മണിക്കും ഇടയിൽ എപ്പോഴാണ് ഈ സൂചികൾ 180 ഡിഗ്രിയിൽ വരിക എന്ന് വെച്ചാൽ എന്ത് പറയാ? 3 മണി 49 1/11. മറക്കരുത്. ഈ നമ്പർ ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിക്കരുത്. നമ്മൾ ചെയ്ത് തന്നെ എടുക്കുക. അല്ലാതെ ഓരോ മണിക്കൂറിലെയും ഇവിടുത്തെ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന 180 ഡിഗ്രി ഏതാണ് കാണാതെ പഠിക്കാൻ പറ്റുമോ? അത് ഭയങ്കര റിസ്ക് അല്ലേ? അപ്പൊ പകരം എന്താണ് ചെയ്യുന്നത്? 3 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയം കണ്ടെത്താൻ ആദ്യം നമ്മുടെ 3 അതുപോലെ എഴുതുക. കാരണം 3 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയം എന്ന് വെച്ചാൽ 3 മണിയും അതിന്റെ മിനിറ്റും ആയിരിക്കുമല്ലോ. അപ്പൊ 3 അവിടെ എടുത്തെഴുതുക. 3ൽ നിന്ന് ആരെ കുറയ്ക്കുക? നമുക്ക് 180 നോർമൽ ആയിട്ട് കിട്ടുന്ന സമയത്തെ കുറയ്ക്കുക. അതാരാണ്? 6 അല്ലേ? അപ്പൊ 3ൽ നിന്ന് 6 കുറയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ 3നെ എന്താക്കി മാറ്റുക? 15 ആക്കി മാറ്റുക. അപ്പൊ 15ൽ നിന്ന് ആരെ കുറയ്ക്കുന്നു? നമ്മള് 6നെ കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടി? 9 ആണല്ലോ. ഈ 9നെ ഏതുകൊണ്ട് ഗുണിക്കുക? 60/11 കൊണ്ട് ഗുണിക്കുക അല്ലെ? 6 9 54. അപ്പൊ 540 കിട്ടും. 540നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 49 1/11. തെറ്റാണേ? എല്ലാരും കൂടെ ചെയ്തു വരുന്നുണ്ടേ.
അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വേറെ സമയങ്ങൾ കൂടി എഴുതുക. ഇപ്പൊ 10 മണി ടു 11 മണി, 11 മണി ടു 12 മണി, അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് സമയം എഴുതിയിട്ട് ഒന്ന് ചെയ്തു നോക്കിയേ. കിട്ടൂടാ, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു സമയം ഒന്ന് ശ്രദ്ധിച്ചേ. 3 മണി മുതൽ 4 മണി വരെ എടുക്കുമ്പോൾ എപ്പോഴാണ് 180 കിട്ടുന്നതെന്ന് അല്ലെ? ഒന്ന് ഓർത്ത് നോക്കിയേ. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ആര് നിൽക്കുമ്പോ, നമ്മുടെ മണിക്കൂർ സൂചി നിൽക്കുമ്പോ, ഇവർക്കിടയിൽ നേരെ സ്ട്രൈറ്റ് ലൈനിൽ ഈ ഒരു സൂചി, മിനിറ്റ് സൂചി കിട്ടണമെങ്കിൽ ഈ ഒരു ദിശയിലല്ലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ലൈൻ വേണം നമ്മൾ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ. മിനിറ്റ് സൂചി ഏകദേശം എവിടെ എത്താറായിട്ടുണ്ട്? 12ലേക്ക് എത്താറായിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, മണിക്കൂർ സൂചി 3ൽ നിന്ന് 4ലേക്ക് എത്താറായിട്ടുണ്ടാവും. അപ്പൊ അത് കണക്കാക്കി വേണം സ്ട്രൈറ്റ് ലൈൻ എടുക്കാൻ. റെഡിയാണേ? ഇനി പറയാണ് ഡാഷ് മിനിറ്റ്സ് ആഫ്റ്റർ 8, 8 മണിക്ക് ശേഷം എത്ര മിനിറ്റ് ആവുമ്പോഴാണ് ദ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കോയിൻസൈഡ് ഈച്ച് അതർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു തൊട്ട് മുമ്പ്? നമ്മളെല്ലാം 180 ഡിഗ്രി വരുന്ന കാര്യം, എതിർദിശയിൽ വരുന്ന കാര്യം അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന സമയം ഏതായിരുന്നു? 6 മണിയായിരുന്നു. അപ്പൊ 6 നമ്മൾ ഒഴിവാക്കി. എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്താന്ന് മനസ്സിലായോ? 8 മണിക്ക് ശേഷം എപ്പോഴാണ്, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 8 മണിക്ക് ശേഷം എപ്പോഴാണ് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവര് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്നത്. അപ്പൊ അവിടുത്തെ കോണളവ് എത്ര ആയിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ കോണളവ് 0 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എടുത്തോ. ഓക്കെ, അപ്പൊ ഈ കോയിൻസൈഡ് ചെയ്യുക, സൂചി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ആ ഒരു സമയം ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാം ഓടി വരുന്ന ആ ഒരു സമയം ഏതായിരിക്കും? നമ്മുടെ 12 മണി ആയിരിക്കൂലേ അല്ലെ? 12 മണി കറക്റ്റ് മണിക്കൂർ എടുക്കുകയാണെങ്കിൽ 12 മണിയാവുമ്പം ഇവര് കോയിൻസൈഡ് ചെയ്യുമെന്ന് നമുക്കറിയാലോ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ കോയിൻസൈഡ് ചെയ്ത് നിൽക്കും. ഇപ്പൊ എങ്ങനെയാണ് വേറെ സമയങ്ങൾ എടുക്കുമ്പം കോയിൻസൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ പൂർണ്ണമായി മണിക്കൂർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇത്ര മണി എന്നുള്ള രീതി, 1 മണി 2 മണി 3 മണി എന്നുള്ള രീതിയിൽ പൂർണ്ണമായ ഒരു മണിക്കൂർ വരുന്ന സമയത്ത് കോയിൻസൈഡ് ചെയ്യുന്ന എവിടെ മാത്രമേ ഉള്ളൂ? 12ൽ. ഇത് ഓർക്കാൻ പറ്റും എല്ലാവർക്കും? ഓർക്കാമെങ്കിൽ ഇവിടുത്തെ ആൻസർ ഈസിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8 മണിക്ക് ശേഷം എപ്പോഴാണ് ഇവർ കോയിൻസൈഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നമുക്കറിയാം 8 മണിക്ക് ശേഷം കോയിൻസൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ എവിടെയായിരിക്കും? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 8 മണിക്കും 9 മണിക്കും ഇടയിലായിരിക്കൂലേടാ അല്ലെ? ഈ രീതിയിൽ തന്നെ ഇവര് രണ്ടുപേരും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന ഒരു അവസ്ഥയായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ആ ഒരു മിനിറ്റ് എവിടെയായിരിക്കും എന്ന് ഓർക്കുക. മിനിറ്റ് സൂചി എന്തായാലും 8നും 9നും ഇടയിലായതുകൊണ്ട് ആ സമയം 40 മിനിറ്റിനും 45 മിനിറ്റിനും ഇടയിലായിരിക്കുമല്ലോ. ഇത് നമുക്ക് ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? ഇവിടെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന എവിടെയായിരിക്കും? 40 മിനിറ്റിനും 45 മിനിറ്റിനും ഇടയിലായിരിക്കും ആണല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ജസ്റ്റ് 8 മണിയിൽ നിന്ന് ആരെ ഒഴിവാക്കുക? 12 മണിയെ ഒഴിവാക്കുക. 8 മണിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന 12 മണിയെ ഒഴിപ്പിച്ചു വിടുക. ഒഴിഞ്ഞു പോ. ഈ 12 മണിയെ ഒഴിപ്പിക്കാൻ എന്താ മാർഗം? 12 മണിയെ പൊതുവെ നമ്മൾ എന്താ വിളിക്കുക? 0 മണി എന്നല്ലേ വിളിക്കാറുള്ളത് അല്ലെ? 12 മണിയിലാണല്ലോ ശരിക്കും ക്ലോക്ക് ഓടി തുടങ്ങുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. 12നെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക് അല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന സമയം എത്രയോ അതിൽ നിന്ന് 0നെ അങ്ങ് ഒഴിവാക്കിയത്. അങ്ങനെ ഓർത്താൽ മതി. തന്നിരിക്കുന്നത് ഇപ്പൊ 8 മണിക്കും 9 മണിക്കും ഇടയിലാണ്, അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം എന്നാണ് പറയുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ 8 മാത്രം എടുക്കുക. ഇതിന്റെ ആവശ്യമുള്ളൂ. ആ 8 അതുപോലെ ഇങ്ങ് എടുക്കുക. എന്നിട്ട് ഈ 8നോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോടാ? ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ച നമ്പറിലെ 60/11 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 60/11ന്റെ ഒരു ഉപകാരം കണ്ടോ? ഏത് വന്നാലും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാ. ശരിയല്ലേ? അപ്പൊ 60/11 മൾട്ടിപ്ലൈ ആണ്. 6 8 48 480/11. ഓക്കെ ആണോ? 48ൽ എത്ര 11 ഉണ്ട്? 48ൽ 4 എണ്ണം ആണോ? ബാക്കി ആര് വരുന്നുണ്ട്? 40 അല്ലെ? 40ൽ എത്ര 11 ഉണ്ട്? 3 എണ്ണം. ബാക്കി എത്രയാ? ഇപ്പൊ 33 ആയി. പിന്നെ ആരാ ഉള്ളത്? ബാക്കിയുള്ളത് 7 7/11. പിടികിട്ടിയോ? അപ്പൊ ഇവിടുത്തെ ആൻസർ 8 മണി കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവർ കോയിൻസൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ 43 7/11 എന്ന മിനിറ്റിലാണ്. ശ്രദ്ധിച്ചോ, നല്ല ചോദ്യമാണ്. കണ്ടോ? ഇവിടെ നമ്മൾ മാറ്റി നിർത്തിയ ആളാരാണ്? 12 ആണ്. എന്തുകൊണ്ടാണ് 12 നമ്മൾ ഒഴിവാക്കിയത്?
നോർമൽ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു മണിക്കൂർ പൂർത്തിയാകുന്നത് ആ സമയത്ത് നമുക്ക് കോയിൻസൈഡ് കാണാൻ പറ്റുന്നത് 12-ൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ആരെ ഒഴിവാക്കി? 12-നെ ഒഴിവാക്കി. ആ രീതിയിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇവിടെ 12-നെ ഒഴിവാക്കണമെന്നില്ല. 12 എന്ന് വെച്ചാൽ 0 ആണ്. അത് ഒഴിവാക്കണമെന്നല്ല. തന്നിരിക്കുന്ന ആ ഒരു സമയത്തെ എടുക്കുക. 8 മണി ടു 9 മണിയാണെങ്കിൽ 8 മണി എടുക്കുക. 3 മണി ടു 4 മണിയാണെങ്കിൽ 3 എടുക്കുക. ഓക്കെ. 1 മണി മുതൽ 2 മണി വരെ ആണെങ്കിൽ 1 എടുക്കുക. 5 മണി മുതൽ 6 മണി വരെ ആണെങ്കിൽ 5 എടുക്കുക. ഇത്രയും മാത്രം ഓർത്താൽ മതി. അതിനകത്ത് കുറയ്ക്കുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട. ഇവിടെ എന്താണ് കോയിൻസൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് 0 ഡിഗ്രി ആണ്. ആണല്ലോ. അല്ലെങ്കിൽ 360 ഡിഗ്രി ആണ്. അവിടെ എന്ത് ചെയ്യണ്ട? ഒന്നും കുറയ്ക്കാൻ നിൽക്കണ്ട. ഓർത്തോ. കേട്ടോ. അപ്പൊ 8 മണിക്ക് ശേഷം എപ്പോഴാണ് കോയിൻസൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് 8 അവിടെ എഴുതുകടാ. എന്നിട്ട് 8-നെ 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. 6 8 48 480 480/11. 48-ൽ എത്ര 11 ഉണ്ട്? 4 എണ്ണം. ബാക്കി 40 അതിൽ എത്ര ഉണ്ട്? 3 ആണോ? യെസ്. ബാക്കി എത്രയാ? 33-ല് ബാക്കി വരുന്നത് 40 33 ഗ്യാപ്പ് 7 ആണ്. അവിടെ 7/11. തെറ്റല്ലേ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. റെഡിയാണോ? ക്ലിയർ ആണോ? യെസ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക്. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 10 PM and 11 PM will the hands of a clock at 0 degree? 10 മണിക്കും 11 മണിക്കും ഇടയിൽ എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് മിനിറ്റിലാണ് ഒരു ക്ലോക്കിലെ രണ്ട് സൂചികൾ പരസ്പരം 0 ഡിഗ്രി കോണളവിൽ വരുന്നത് എന്ന് വെച്ചാൽ കോയിൻസൈഡ് ചെയ്യുക. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരിക. തെറ്റാണേ? ഓക്കെ. ചോദ്യം മനസ്സിലായേ? ആണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സമയം പറഞ്ഞേ 12 മണി. 12 മണി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഒന്നും കുറയ്ക്കാൻ നിൽക്കണ്ട. ഇവിടെ തന്നിരിക്കുന്ന സമയം നോക്കുക. 10 മണി ടു 11 മണി. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരിക എന്ന് വെച്ചാൽ രണ്ട് സൂചികളും 10-നും 11-നും ഇടയിലല്ലേ? അപ്പൊ മിനിറ്റ് ഏത് റേഞ്ചിലായിരിക്കും? 10 11. 10-നും 11-നും ഇടയിൽ വരുമ്പോ മിനിറ്റ് എന്ന് പറയുന്നത് 50 മിനിറ്റ് ടു 55 മിനിറ്റ് അല്ലേ? അത് ഉറപ്പിക്കാമല്ലോ. അപ്പൊ 50-നും 55-നും ഇടയിലാണ് നമ്മുടെ മിനിറ്റ്. അപ്പൊ ചെയ്യേണ്ട എത്ര ഉള്ളൂ? ജസ്റ്റ് 10 ഇവിടെ എഴുതുക. 10-നെ ജസ്റ്റ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതിനെ ഞാൻ 600/11 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് വിഷമാവോ? വിഷമിക്കരുത് കേട്ടോ. ഒരാവശ്യമില്ല കേട്ടോ. 60-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. ബാക്കി 50 ആണ്. 50-ൽ എത്ര 11 ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പൊ 44. ബാക്കി എത്രയാ? 6 ആണ്. 6/11. ആ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏത് സമയത്താ? 54 6/11 മിനിറ്റില. അപ്പൊ ഏത് സമയത്താണ് ഇവര് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരിക എന്ന് വെച്ചാൽ 10 മണി 54 6/11 മിനിറ്റിലാണ്. കേട്ടോണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനി തെറ്റിക്കരുത്, ഇനി തെറ്റരുത് കേട്ടോ. അപ്പൊ 10 മണി മുതൽ 11 മണി വരെ സമയം എടുത്താൽ നമ്മൾ എന്ത് ചെയ്യുക? 10-നെ അവിടെ എഴുതുക. എന്നിട്ട് 10-നെ എന്ത് ചെയ്യുക? ജസ്റ്റ് 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെറ്റാണേ? അപ്പൊ നമുക്ക് കിട്ടുന്നത് 600/11 എന്നാണ്. 600-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ അവിടെ എഴുതിയാൽ മതി. എത്ര കിട്ടും? 54 6/11. നമുക്ക് എപ്പോഴും ഈ മിക്സഡ് ഫ്രാക്ഷൻ തന്നെ വേണ്ടി വരുള്ളൂ കേട്ടോ. അല്ല അതിനകത്ത് ദശാംശം ഒന്നും ആക്കാൻ എന്തായാലും പറയാറില്ല. നമ്മൾ പൊതുവെ സമയം ദശാംശത്തിൽ പറയാറില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്തെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? അതായത് 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഏതോ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? ഈ രണ്ട് സൂചികളും സ്ട്രൈറ്റ് ലൈനിൽ നിൽക്കും. ആ ഒരു പോയിന്റ് ഏത് എന്ന് വെച്ചാൽ 10 മണിക്കും 11 മണിക്കും ഇടയിൽ, അതായത് 10-നും 11-നും ഇടയിലാണല്ലോ മിനിറ്റ് സൂചിയും വരിക. അപ്പൊ ആ ഒരു സമയം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 50 മിനിറ്റിനും 55 മിനിറ്റിനും ഇടയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഒരു സമയം എന്തായിരുന്നു? 54 6/11 മിനിറ്റ് ആയിരുന്നു. തെറ്റല്ലേ? അതുപോലെ വേറെ ചോദ്യം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 PM and 5 PM will the hands of a clock 0 degree? എപ്പോഴാണ് ഒരു ക്ലോക്കിലെ രണ്ട് സൂചികൾ, ഏതൊക്കെ? മിനിറ്റും മണിക്കൂറും സൂചികൾ കോയിൻസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുന്നത് എപ്പോ? 4-നും 5-നും ഇടയിൽ. 4 മണിക്കും 5 മണിക്കും ഇടയിൽ കേട്ടാൽ എന്ത് ചെയ്യും? 0 ഡിഗ്രി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് 12 മണി ഓടി വരുന്നുണ്ടോ? വന്നു. ഓടി വന്നു എങ്കിൽ സന്തോഷിച്ചോളൂ. പിന്നെ നമ്മൾ ഒന്നും കുറയ്ക്കാനും കൂട്ടാനും നിൽക്കണ്ട. ജസ്റ്റ് ആ 4 മാത്രം എഴുതിക്കോ. എഴുതിയല്ലോ. ഇനി ഇതിനെ 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 60-ഉം 4-ഉം കൂടെ ചേർന്നാൽ എന്ത് കിട്ടും? 240 എന്ന് കിട്ടോ? കിട്ടിക്കഴിഞ്ഞു. 240-നെ 11 കൊണ്ട് ഹരിക്കുക. കിട്ടിയോ?
അപ്പൊ 60ഉം 4ഉം കൂടെ ഗുണിച്ചു. 6 4 24 240. 240നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 24ൽ എത്ര 11 രണ്ടെണ്ണം. ബാക്കി ഒരു 20 അല്ലേ? 20ൽ എത്ര 11? ഒരെണ്ണം. അപ്പൊ 21 കിട്ടിയോ? ബാക്കി എത്ര ഉള്ളത്? ശിഷ്ടമായിട്ട് എന്തായാലും 9 കിട്ടുമല്ലോ. അപ്പൊ 9/11. അപ്പൊ സമയം എന്താണ്? 4 മണിക്കും 5 മണിക്കും ഇടയിൽ എപ്പോഴാണ് 0 ഡിഗ്രി വരുന്നത് എന്ന് വെച്ചാൽ 4 മണി 21 9/11 മിനിറ്റ്സ്. കേട്ടോ, ഉറപ്പിക്കാമല്ലോ? ക്ലിയർ ആണല്ലോ? ചെയ്ത കാര്യത്രേ ഉള്ളൂ. ജസ്റ്റ് 4 മണി 4നും 5നും ഇടയിലായതുകൊണ്ട് 4 അവിടെ എടുത്തെഴുതി. അതിനെ 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 60/11 എന്ന് പറയുന്ന നമ്പറിന്റെ ഉപകാരം അത്രയ്ക്ക് വലുതാണ്, ശ്രദ്ധിക്കുക. ചെയ്യാലോ അല്ലേ? എല്ലാരും ചെയ്ത് നോക്കണേ, എല്ലാരും ചെയ്ത് നോക്കണേ. 1 മാർക്കാണ്, കൊണ്ടുപോയി കളയരുത് കേട്ടോ. എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ കൂടി പരിഗണിക്കുക. നമ്മൾ ജസ്റ്റ് മിറർ ഇമേജ് ആംഗിൾ മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതി എപ്പോഴും സ്കോർ ചെയ്യാം എന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സമയം എന്തായിരുന്നു? 4 മണി 5 മണിയായിരുന്നു. അപ്പൊ 4 മണിക്കും 5 മണിക്കും ഇടയിൽ എന്തായാലും സൂചികൾ എങ്ങനെ വരും? സ്ട്രൈറ്റ് ലൈനിൽ വരുമോ? വരും. എങ്ങനെ? എതിർദിശയിലും വരും, ഒന്നിന് മുകളിൽ ഒന്നായിട്ടും വരും. ഇവിടെ നമുക്ക് ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന അവസ്ഥയായിരുന്നു വേണ്ടത്. അപ്പൊ ആ രീതിയിൽ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 4നും 5നും ഇടയിലായിരിക്കും. അതായത് 20നും 25നും, അതായത് 20 മിനിറ്റിനും 25 മിനിറ്റിനും ഇടയിലുള്ള ഏതോ ഒരു സമയത്താണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം നമ്മളൊന്ന് പരിഗണിക്കുക. തെറ്റാണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 2 PM and 3 PM will the hands of a clock at 0 degree? 2 മണിക്കും 3 മണിക്കും ഇടയില്. ഇപ്പൊ 2 മണിക്കും 3 മണിക്കും ഇടയിലാണെങ്കിൽ നമ്മൾ ആരെ പരിഗണിക്കണം? 2നെ മാത്രം പരിഗണിച്ചു. ഓക്കെ, അപ്പൊ 2നെ പരിഗണിച്ചു കഴിഞ്ഞാൽ എന്തായാലും 60/11 കൊടുക്കാമല്ലോ അല്ലേ? യെസ്. അപ്പൊ എന്ത് കിട്ടും? 120/11 എഴുതട്ടെ. എഴുതി കഴിഞ്ഞു. 120നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തില്. ഓർമ്മയുണ്ടോ? 110ൽ 10 എണ്ണം, ബാക്കി ഒരു 10/11. 10 10/11. അപ്പൊ ആ ഒരു സമയം ഏതാണെന്ന് മനസ്സിലായോ? 2 മണി കഴിഞ്ഞ് 10 10/11 മിനിറ്റിലെത്തുമ്പോ ഇവരെന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും, അല്ലെങ്കിൽ 0 ഡിഗ്രി കോണിലേക്ക് എത്തിച്ചേരും. പ്രത്യേകം നോട്ട് ചെയ്തോളൂ. തെറ്റാണേ? കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടേ, എല്ലാവർക്കും കിട്ടുന്നുണ്ടേ. അപ്പൊ അതിനിപ്പോ പ്രത്യേകിച്ച് പറയണോ? 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? കോയിൻസൈഡ് ചെയ്യുന്നത്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്നത്. ആ ഒരു സമയത്തെയാണ് നമ്മളിപ്പോ സൂചിപ്പിച്ചത്. സെറ്റ് അല്ലേ? അടുത്തിനി പറയുന്നു, അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 will the hands of a clock be at right angles? നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ എപ്പോഴാണ്, ഏത് സമയത്താണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 90 ഡിഗ്രിയിൽ വരുന്നത്? അല്ലെ? റൈറ്റ് ആംഗിൾ എന്നാണ്. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എത്രടാ? 90 ഡിഗ്രി. അപ്പൊ നോർമൽ ആയിട്ട് 90 ഡിഗ്രി നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴാണ് ഓടി വരുന്നത്? ഓർത്തെ 90 ഡിഗ്രി അല്ലെങ്കിൽ മട്ടകോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ സമയങ്ങളെ ഒന്ന് ഓർത്തെടുത്തേ പറ്റും. ആരൊക്കെയാ? ഒന്ന് 9 മണിയാണ്. 9 മണിയിൽ സൂചികൾ എവിടെയാണ്? ഒരു സൂചി, മണിക്കൂർ സൂചി 9ൽ നിൽക്കും, അടുത്തത് 12ൽ നിൽക്കും. അടുത്ത നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? 3 മണിയിലാണ്. ശരിയല്ലേ? അപ്പൊ എവിടെ നിൽക്കും? മണിക്കൂർ സൂചി 3ന് നേരെ നിൽക്കും, മിനിറ്റ് സൂചി 12. അപ്പൊ അവിടെ എന്ത് കിട്ടും? അല്ലെ? ഈ 2 സമയങ്ങളാണ് നമുക്ക് എവിടെ ആവശ്യം? 90 ഡിഗ്രിയിൽ ആവശ്യം കേട്ടോ. അപ്പൊ റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏത് വരണം? ഈ 9 മണിയും വരണം, ഈ 3 മണിയും വരണം. സെറ്റ് ആണേ? എല്ലാവർക്കും പറ്റുവേ? യെസ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സമയം നോക്കുക. 4 മണിയാണ്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ എന്നാണ്. അപ്പൊ 4 മണിക്കും 5 മണിക്കും ഇടയിൽ എപ്പോഴൊക്കെ 90 ഡിഗ്രി വരാം? 4ന് നേരെ നോക്കിയാൽ, 4ലാണ് സൂചി നേരെ നിൽക്കുന്നതെന്ന് വിചാരിക്കുക അല്ലെ? ഇപ്പൊ 90 ഡിഗ്രി വരണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മണിക്കൂർ സൂചി 4ന്റെ നേരെ നിന്നാൽ തന്നെ നമുക്ക് 90 ഡിഗ്രി കിട്ടണമെങ്കിൽ ഒരു സൂചി എവിടെ നിൽക്കണം? 1ന് നേരെ നിൽക്കണം അല്ലെ? ഇവിടെ ഒരു 90 ഡിഗ്രി നമുക്ക് എന്തായാലും കിട്ടും. അത് കഴിഞ്ഞ് ഈ 4ന് നേരെ നിൽക്കുമ്പോൾ തന്നെ 90 ഡിഗ്രി അടുത്ത് എവിടെ കിട്ടാം? ഈ 7ന് നേരെ കിട്ടാം. അവിടെയും 90 ഡിഗ്രി കിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, 4 മണിക്കും 5 മണിക്കും ഇടയിൽ എവിടെയൊക്കെ 90 ഡിഗ്രി കിട്ടാന്ന് വെച്ചാൽ 4:05നും 4:10നും ഇടയിൽ ഒരു 90 ഡിഗ്രി കിട്ടും. ഓക്കെ, അടുത്തൊരു 90 ഡിഗ്രി എവിടെയാന്ന് വെച്ചാൽ
4 5-നും 10-നും ഇടയ്ക്ക് കിട്ടിയതുപോലെ 4:35-നും 4:40-നും ഇടയിൽ കിട്ടും. ഇത് നമ്മളങ്ങ് ഉറപ്പിക്കുക. ഒരു 90 ഡിഗ്രി ഇവിടെ കിട്ടും, 4 5-നും 4 10-നും ഇടയിൽ കിട്ടും. അടുത്ത 90 ഡിഗ്രി ഇവിടെ കിട്ടും, 4:35-നും 4:40-നും ഇടയിൽ. ആ രണ്ട് 90 ഡിഗ്രി എങ്ങനെ കണ്ടെത്തും എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ 4 മണിയാണല്ലോ നമ്മുടെ സമയം. ഞാൻ ഈ 4 മണിയിൽ നിന്ന് ആദ്യം 3 മണിയിൽ ഒരു 90 ഡിഗ്രി നമുക്ക് എന്തായാലും കിട്ടും ആണല്ലോ. ഈ 3-നെ അങ്ങ് കുറയ്ക്കുക. ഓക്കെ, 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടൂടാ? 1 എന്ന് കിട്ടും. ഓക്കെ, 4-ൽ നിന്ന് 3 കുറച്ച് 1 കിട്ടി. ഈ 1-നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോ പറഞ്ഞ പോലെ 60/11 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 60/11 മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഇത് 5/11 ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതാ 4 മണിക്കും 5 മണിക്കും ഇടയിൽ എവിടെ വരാം? 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ വരാം. വന്നൂടെ? അതായത് ഏതിനും ഏതിനും ഇടയിൽ, 1-നും 2-നും ഇടയിൽ വരാം. അപ്പൊ ഒരെണ്ണം ആയല്ലോ. ഇനി അടുത്ത് വരാൻ സാധ്യത എവിടെയാ? 35 മിനിറ്റിനും 40 മിനിറ്റിനും ഇടയിലാ. അത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 4-ൽ നിന്ന് 9 മണിയെ കുറയ്ക്കുക. ഇപ്പൊ 3 മണി നമ്മൾ കുറച്ചു. കാരണം എന്താ? ഒരെണ്ണം 90 ഡിഗ്രി 3 മണിക്കാ. അടുത്ത എപ്പോഴാ? 9 മണി. അപ്പൊ 4-ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റുമോ? 4-ൽ നിന്ന് 9 കുറയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 4-ന് നമ്മൾ എന്താക്കും? റെയിൽവേ ടൈം ആക്കും. അപ്പൊ എത്ര കിട്ടും? 16 മണി എന്ന് കിട്ടും. 16-ൽ നിന്ന് 9 കുറച്ചേടാ. 16-ൽ നിന്ന് 9 കുറച്ചേ. 16-ൽ നിന്ന് 9 കുറച്ചാൽ 7 കിട്ടും. കിട്ടിയോ? കിട്ടി. ഈ 7-നെ ജസ്റ്റ് 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ കുഞ്ഞുങ്ങളെ. 6 7 42 420. 420-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. ഓക്കെ ആണേ. ഇവിടെ എന്താണ് ചെയ്തത്? 16-ൽ നിന്ന് 9 കുറച്ചു 7. 7 6 6 7 42/11. 420-ൽ എത്ര 11 ഉണ്ടെന്ന് നോക്കാം. 42-ൽ എത്ര എണ്ണാണ്? 3 എണ്ണം. ഓക്കെ, ബാക്കി എത്ര മിച്ചം വരും? 33 കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്? 9. അപ്പൊ 90-ൽ എത്ര 11 വരും? 8 എണ്ണം. ഓക്കെ, അപ്പൊ 88. ബാക്കി എത്രയാ? 2/11. 420-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് 38 2/11 എന്ന് കിട്ടിയോ? അപ്പൊ എപ്പോഴാണ് ആ സമയം? 4 മണി കഴിഞ്ഞ് ഒന്നുകിൽ 5/11 അല്ലാന്നുണ്ടെങ്കിൽ 38 2/11 ഇങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ? ഉണ്ട്. ഏതുണ്ട്? 38 2/11 ആൻസറിലുണ്ട്, ഓപ്ഷനിലുണ്ട്. ഉറപ്പിച്ചോ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയുള്ള ആ ഒരു സമയം എടുക്കും, അല്ലെങ്കിൽ 35 മുതൽ 40 വരെ. ഓർത്താ മതി. നമുക്ക് ഏകദേശം ലൊക്കേഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത് കേട്ടോ. അല്ലാതെ ഒരിക്കലും 4-ൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് 90 ഡിഗ്രി എടുക്കാൻ പറ്റില്ല. ഓക്കെ ആണേ? യെസ്, സെറ്റായി എന്ന് വിചാരിക്കുന്നു. അത് കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ 180 ഡിഗ്രി എടുത്തപ്പോ എന്തായിരുന്നു ചെയ്തേ? 6-നെ കുറച്ചു. ഓക്കെ, 0 ഡിഗ്രി വന്നപ്പോ 12-നെ കുറച്ചു. അതുപോലെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ആണ് 90 ഡിഗ്രി. അപ്പൊ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ആരൊക്കെ? ഒന്നുകിൽ 3 മണി അല്ലെങ്കിൽ 9 മണി കേട്ടോ. ഇവർ രണ്ടുപേരെയും കുറച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ 4 5 നോക്കിയാലോ. 4 5. ഓക്കെ, എന്താണ് ചെയ്തത്? 4 അതുപോലെ എഴുതി. എന്നിട്ട് എന്താ ചെയ്തേ? നമ്മുടെ സമയങ്ങൾ ആരൊക്കെയായിരുന്നു? 90 ഡിഗ്രി നോർമൽ ആയിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് 3 മണിയിലും അടുത്തത് 9 മണിയിലായിരുന്നു. അപ്പൊ 4-ൽ നിന്ന് നമ്മൾ 3 കുറച്ചാൽ 1 കിട്ടും. കിട്ടിയോ? കിട്ടി. ഈ 1-നെ എന്താ ചെയ്യുന്നത്? നമ്മള് ജസ്റ്റ് 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 5/11 എന്നായിരുന്നു. അതെന്തായാലും ഓപ്ഷനിൽ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഈ 4 മണിയിൽ നിന്ന് ആരെ കുറയ്ക്കണം? 9-നെ കുറയ്ക്കണം. അത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഈ 4-നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എന്തെന്ന് എഴുതി? 16 മണി എന്നെഴുതി. കുഴപ്പമുണ്ടോ? അപ്പൊ 16-ൽ നിന്ന് 9 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. കിട്ടിയോ? 7-നെ 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 420/11 കിട്ടിയിട്ടുണ്ട്. 420-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 38 2/11 എന്ന് നമുക്ക് എഴുതാൻ പറ്റി. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇതാണ്. 4 മണി കഴിഞ്ഞ് 38 2/11 മിനിറ്റിലാണ് ഇത് സംഭവിക്കുന്നത്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അറ്റ് 12 o'clock noon the two hands of a clock coincide. രണ്ട് സൂചികൾ കോയിൻസൈഡ് ചെയ്തിരിക്കും. At what time after noon the two hands will make angle 90 degree? അപ്പൊ 12 മണിക്ക് ശേഷം എപ്പോഴാണ് ഈ രണ്ട് സൂചികൾ, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നത്? വേറൊന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്ന സമയം 12 ആണല്ലോ. 12 മണിക്ക് ശേഷമുള്ള 90 ഡിഗ്രിയാണ്. ഫസ്റ്റ് 90 ഡിഗ്രി കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാ?
ഒന്നുകിൽ 12ൽ നിന്ന് ആരെ കുറയ്ക്കുക? 3 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ശരിയല്ലേ? അല്ലെങ്കിൽ 12ൽ നിന്ന് ഏത് കുറയ്ക്കുക? 12ൽ നിന്ന് ഏത് കുറയ്ക്കുക? പറഞ്ഞേ. 12ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റുമോ ഇനി? ഇല്ല. ഇനി 9 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ. ഒന്നുകിൽ ഈ 9 എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 3 എടുത്തിട്ട് ചെയ്യാം. നിങ്ങൾ ആലോചിക്കുക, 12 മണിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടൊക്കെയാണ് ഈ പറയുന്ന 90 ഡിഗ്രി കിട്ടുക? ജസ്റ്റ് 12ന് നേരെ സൂചി നിന്നാൽ പോലും 90 ഡിഗ്രി എവിടെ കിട്ടാം? ഇവിടെ കിട്ടാം. അല്ലെ? അടുത്ത 90 ഡിഗ്രി എവിടെ കിട്ടും? ഇവിടെ കിട്ടും, 9ൽ. അപ്പൊ ശരിക്കും നിങ്ങൾ ഉറപ്പിക്കുക, 12 മണിക്ക് ശേഷം എവിടൊക്കെ ഏതൊക്കെ മിനിറ്റിലാണ് 90 ഡിഗ്രി കിട്ടാൻ സാധ്യത എന്ന് വെച്ചാൽ 3നും 4നും ഇടയിൽ ഒരു 90 ഡിഗ്രി കിട്ടും. അടുത്ത് കിട്ടാൻ സാധ്യത എവിടെയാണ്? 9നും 10നും ഇടയിലാണ്. അപ്പൊ ആ മിനിറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. 3നും 4നും ഇടയിൽ വരിക എന്ന് വെച്ചാൽ ആരാണ്? 3നും 4നും ഇടയിൽ വരിക എന്ന് വെച്ചാൽ ആരാണ്? 15 മിനിറ്റ് 20 മിനിറ്റ് റേഞ്ചിലായിരിക്കുമല്ലോ. അടുത്ത 9ഉം 10നും ഇടയിൽ എന്ന് വെച്ചാൽ ആരാണ്? അത് 45നും 50നും ഇടയിലായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക. ഇതിൽ ഏത് റേഞ്ച് ആണ് തന്നിരിക്കുന്നത് നോക്കാം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ആരുണ്ട്? ഇവിടെ 17 2ൽ 1 ഉണ്ട്, 16 3ൽ 2 ഉണ്ട്, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. 15 മിനിറ്റ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി താഴത്തെ റേഞ്ചിലാണ് ആൻസർ. അപ്പൊ മുകളിലത്തെ റേഞ്ചിലോട്ട് പോവേ വേണ്ട. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ഈ 9 എടുക്കുവോ 3 എടുക്കുവോ? ഇതിൽ ചെറിയ നമ്പർ എടുക്കാം. നമുക്ക് താഴത്തെ റേഞ്ച് മതി. എവിടെ? 12.15 12 20 റേഞ്ച് മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെറിയ നമ്പർ എടുക്കുക. ഏത്? 3 എടുക്കുക. 3ന് എന്ത് ചെയ്യുക? ജസ്റ്റ് 60/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ 60 × 3 എത്ര കിട്ടും? 180 എന്ന് കിട്ടും. 180നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. 180ൽ എത്ര 11 ഉണ്ട്? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി എത്ര വരുന്നുണ്ട്? 70. 70ൽ എത്ര എണ്ണം വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. അപ്പൊ 16 ആയോ? ഓക്കെ. ഇനി എന്താണ് വരുന്നത്? ശിഷ്ടം ഒരു 4 വരും. 4/11. അപ്പൊ ആ ഒരു സമയം നമുക്ക് ധൈര്യമായിട്ട് എഴുതാമല്ലോ. 16 4/11. 16 4/11 ഉണ്ടോ? ഉണ്ട്. അപ്പൊ 12 മണി കഴിഞ്ഞ് 16 4/11 മിനിറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ 90 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന റേഞ്ച് ഇതാണ്. ഇനി ഈ റേഞ്ചിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ എന്തോ ഇട്ട് കൊടുത്താൽ മതി? ജസ്റ്റ് 9 ഇട്ട് അങ്ങ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 3 ഇട്ട് ചെയ്ത പോലെ അവിടെ എന്തിട്ട് കൊടുക്കാടാ? 9 ഇട്ട് അങ്ങ് ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഓക്കെ ആണേ? റെഡി ആണേ? അപ്പൊ ഇവിടെ 12 മണിക്ക് ശേഷമുള്ള എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? 90 ഡിഗ്രി. അപ്പൊ ചെയ്ത കാര്യം എത്ര ഉള്ളൂ? 12ൽ നിന്ന് നമുക്ക് 2 നമ്പർ കുറയ്ക്കാം. ഒന്നുകിൽ 3 കുറയ്ക്കാം, അല്ലെങ്കിൽ 12ൽ നിന്ന് 9 കുറയ്ക്കാം. അല്ലെ? ഇവിടെ കുറച്ച് കിട്ടുമ്പോൾ ഇവിടെ 9 എന്ന നമ്പറും ഇവിടെ നമുക്ക് 3 എന്ന നമ്പറുമാണ് നോർമലി കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരേണ്ടത് ഏത് റേഞ്ചിലാണെന്ന് നോക്കുക. താഴത്തെ റേഞ്ച് ആണോ മുകളിലത്തെ റേഞ്ച് ആണോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ താഴത്തെ റേഞ്ച് വെച്ചിട്ടാണ് കണ്ടെത്തിയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ആൻസർ കിട്ടി. അഥവാ മുകളിലത്തെ റേഞ്ച് ആണ് കണ്ടെത്തേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 9 × 60/11 കൊടുക്കുക. എന്ത് കിട്ടും? 540/11 എന്ന് കിട്ടും. 540നെ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടും? 4 എന്തായാലും കിട്ടും. പിന്നെ ഒരു 9 കിട്ടും. പിന്നെ എന്ത് കിട്ടും? 1/11 കിട്ടും. ഓർമ്മയുണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തെറ്റാണേ? ഓക്കെ. ഓരോ ചോദ്യത്തിലും ഈ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. അത് ഡിഫറന്റ് ആയിട്ടുള്ള കോണളവിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 8 PM ആൻഡ് 9 PM എന്തോന്ന്? 90 ഡിഗ്രി. ബുദ്ധിമുട്ടുണ്ടോ കണ്ടുപിടിക്കാൻ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് ചെയ്യുക? ഈ 8ൽ നിന്ന് ആരെ കുറയ്ക്കുക? 3നെ കുറയ്ക്കുക. അല്ലെ? നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആൾക്കാർ ആരൊക്കെയാ? ഒരാള് 3, അടുത്തയാള് 9. ഓക്കെ. അപ്പൊ 8ൽ നിന്ന് നമുക്ക് 3നെ കുറയ്ക്കാം. അതുപോലെ 8ൽ നിന്ന് ആരെയും കുറയ്ക്കാം? 9നെയും കുറയ്ക്കാം. 8ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. പക്ഷേ 9 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 8നെ എന്താക്കി മാറ്റുക? റെയിൽവേ ടൈം ആക്കി മാറ്റുക. അപ്പൊ എന്ത് എഴുതും? 20 എന്ന് എഴുതും. 20ൽ നിന്ന് ആരെ കുറയ്ക്കുക? 9നെ കുറയ്ക്കുക. 20ൽ നിന്ന് 9നെ കുറയ്ക്കുക. അപ്പൊ 20ൽ നിന്ന് 9 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടും? 11 എന്ന് കിട്ടും. ഓക്കെ ആണേ? റെഡി ആണേ? എല്ലാരും ഉറപ്പിച്ചു വെച്ചല്ലോ? യെസ്. ഇനിയാണ് എന്റെ അടുത്ത ചോദ്യം. എടാ 8 മണിക്കും 9 മണിക്കും ഇടയിൽ നിന്നാണല്ലോ സമയം തന്നിരിക്കുന്നത്. ഇതിനകത്ത് 9 മണി ഓൾറെഡി ഒരു 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇതിന്റെ സെക്കൻഡ് റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കണമെന്നില്ല കേട്ടോ. എന്റെ കാരണം എന്താന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് തൽക്കാലം ഫസ്റ്റ് റേഞ്ച് നോക്കാം. 5 ആണല്ലോ. അപ്പൊ എങ്ങനെ എഴുതുന്നേ? 5 × 60/11. 5 × 60/11. 5 × 6 30. അപ്പൊ 300/11 ഞാൻ എടുത്തോട്ടെ. 300നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 30ൽ എത്ര 11? 2 എണ്ണം.
ബാക്കി വരുന്നത് 80. 80ൽ എത്ര എണ്ണം? 7 എണ്ണം അല്ലെ? ബാക്കി എത്രയാ? 3/11. ആ ഒരു സമയം മനസ്സിലായോ? എപ്പോഴാണ് കിട്ടുന്നത്? 8 മണി കഴിഞ്ഞ് 27 എന്ന മിനിറ്റിൽ എന്ത് കിട്ടിയിരിക്കും? നിങ്ങൾ ഈ പറയുന്ന 90 ഡിഗ്രി കിട്ടിയിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മള് രണ്ടാമത്തെ വാല്യൂ 11 കണ്ടുപിടിച്ചിട്ടില്ലേ? അത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 11 × 60/11 എന്ന് കിട്ടൂലേടാ. ഈ 11 ക്യാൻസൽ ആയി പോയിട്ട് 60 മിനിറ്റ് എന്ന് കിട്ടും. 60 മിനിറ്റ് എന്ന് വെച്ചാൽ 8 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആകുമ്പോൾ എത്ര മണിയായടാ? 9 മണിയായില്ലേ? ഇതാണ് സംഭവം. അടുത്ത് എവിടെ സംഭവിക്കുള്ളൂ? 9 മണിയിലേ സംഭവിക്കുള്ളൂ. 8 മണിക്കിടയിൽ ഒരൊറ്റ തവണ മാത്രമേ എന്ത് സംഭവിച്ചിട്ടുള്ളൂ? ഈ 90 ഡിഗ്രി സംഭവിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ 8 മണിക്ക് 8 മണിയുടെ ആ ഒരു റേഞ്ചിൽ എവിടെ വരാം? മണിക്കൂർ സൂചി 8ന് നേരെ നമ്മൾ നിർത്തിയാൽ പോലും എവിടൊക്കെയാ സംഭവിക്കുക? 90 ഡിഗ്രി നമുക്ക് എവിടൊക്കെ സംഭവിക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 8ൽ നിന്ന് ഒരു 3 യൂണിറ്റ് പുറകിലേക്കാണെങ്കിൽ കണ്ടോ 5ന്റെ നേരെ വരാം അല്ലെ? അത് കഴിഞ്ഞ് മുകളിലേക്കാണ് നമ്മൾ നിർത്തുന്നതെങ്കിൽ 3 യൂണിറ്റ് കൂട്ടിയാൽ എവിടെ വരാം? 11ൽ വരാം. ഒന്നുകൂടെ. അപ്പൊ ആ ഒരു റേഞ്ച് ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചാൽ 5നും 6നും ഇടയിൽ സംഭവിക്കാം. അതായത് 25 മിനിറ്റിനും 30 മിനിറ്റിനും ഇടയിൽ സംഭവിക്കാം. അതുപോലെ 11, 12 റേഞ്ചിലാണ്. അപ്പൊ എവിടെ മുതൽ എവിടെ വരെ? 55 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ സംഭവിക്കാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ 60 മിനിറ്റിൽ സംഭവിച്ചു. ഇവിടെയാണെങ്കിൽ എത്ര മിനിറ്റിൽ സംഭവിച്ചു? 27 3/11 മിനിറ്റിൽ സംഭവിച്ചു. പിടികിട്ടിയോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തെറ്റിക്കാതെ ചെയ്യോ? ക്ലിയർ ആണേ? അപ്പൊ എങ്ങനെയാണ് 180 വരുന്നത്? അവിടെ നമ്മൾ ഏത് കുറയ്ക്കണം? എവിടെയാണ് 90 ഡിഗ്രി വരുന്നത്? അവിടെ ഏത് കുറയ്ക്കണം? എവിടെയാണ് 0 ഡിഗ്രി വരുന്നത്? അവിടെ ഏത് കുറയ്ക്കണം? ഇത് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. നല്ലൊരു മോഡലാണ്. ഒരുവിധം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ അല്ലേ? ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ടെക്നിക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതൽ നമ്പേഴ്സ് ഇട്ട് കൂടുതൽ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആൻസർ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് തവണ നിങ്ങൾ എഴുതി സെറ്റ് ആക്കണം. ഞാനിപ്പോ തന്ന 1-2 ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ സമയം നിങ്ങൾ തന്നെ ബുക്കിലേക്ക് എഴുതിയിട്ട് അവിടത്തെ ഈ പറയുന്ന കോണളവ് എവിടെയാണ് വരുന്നത് എന്ന് കണ്ടെത്തി പഠിക്കുക. പഠിച്ച് സെറ്റാക്കി എടുക്കുക. ഇനി നമ്മളെ പറ്റിക്കരുത്. നമ്മൾ പറ്റാനും പാടില്ല. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.